കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കൾക്കെതിരെ വിചാരണ നടപടിയിലേക്ക് കടക്കാൻ കോടതി ഉത്തരവ്. കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള പ്രത്യേക കോടതിയാണ് പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് കണ്ടെത്തിയത്. മുൻ മന്ത്രിയും നിലവിലെ MLA-യുമായ AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP, CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരടക്കമുള്ള പ്രതികൾ വിചാരണ നേരിടണമെന്ന് PMLA കോടതി വ്യക്തമാക്കി. ഇവർ ഉൾപ്പെടെ പ്രതിപട്ടികയിലുള്ള 28 പേർക്കും കോടതി ഔദ്യോഗികമായി സമൻസ് അയച്ചു. വരും മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. അതേസമയം കരുവന്നൂർ കേസിലെ 2 വനിതാ പ്രതികൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. കേസിലെ 1-ാം പ്രതിയുടെ ഭാര്യ ജിത ഭാസ്കർ, 3-ാം പ്രതിയുടെ ഭാര്യ ശ്രീലത എന്നിവർക്കാണ് പരമോന്നത കോടതി ജാമ്യം നൽകിയത്. ബാങ്ക് മുൻ സെക്രട്ടറിയും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന TR സുനിൽകുമാറാണ് കേസിലെ 1-ാം പ്രതി. കേരള സഹകരണ മേഖലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കൊള്ളകളിലൊന്നാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത്. തട്ടിപ്പിനെക്കുറിച്ച് വ്യാപക പരാതി ഉയർന്നതോടെ സഹകരണ വകുപ്പ് നൽകിയ ആഭ്യന്തര പരിശോധനയിലാണ് കോടതികളുടെ അഴിമതി വിവരങ്ങൾ പുറത്തുവന്നത്. തുടക്കത്തിൽ സഹകരണ വകുപ്പ് 108 കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെയാണ് ബാങ്ക് സെക്രട്ടറി അടക്കമുള്ള 6 CPM പ്രാദേശിക നേതാക്കളെ പ്രതികളാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ഈ കേസിൽ നിലവിൽ 31 പ്രതികളാണുള്ളത്. ബാങ്ക് മുൻ സെക്രട്ടറി TR സുനിൽകുമാർ, മാനേജറായിരുന്ന ബിജു കരീം, ബിജുവിന്റെ ഭാര്യ, ചീഫ് അക്കൗണ്ടന്റായിരുന്ന CK ജിൽസ്, ജിൽസിന്റെ ഭാര്യ എന്നിവരാണ് ഭരണസമിതി അംഗങ്ങൾക്ക് പുറമേയുള്ള പ്രധാന പ്രതികൾ. കേന്ദ്ര ഏജൻസിയായ EDയും കേസ് അന്വേഷിക്കുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ഉന്നതർക്ക് കോടതി സമൻസ് അയച്ചത് വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും.